സോ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ളൊരു വില്ലേജ് ആടാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഗെയ്സ് ആ വില്ലേജ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ വില്ലേജിൻ്റെ പിക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഗെയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കും ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഷെയർ ചെയ്യാതെ തന്നെയാണ് പോകുന്നത്. മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ മസ്റ്റായിട്ട് നിങ്ങൾ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലും ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറ്റിയിലേക്ക് ഒരു വില്ലേജ് വരാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞാലും നമ്മുടെ ഗെയിമിലേക്ക് കാളവണ്ടി ആടാകുന്നുണ്ടെന്ന്. അത് കൺഫേം ആയൊരു കാര്യമാണ്. എന്തായാലും ഗെയ്സ് അതിനെപ്പറ്റി ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗെയ്സ് അതിന് മുന്നേ നിങ്ങൾക്ക് ട്രെയിൻ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ഒരു ബഗ് കുറേ പേർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ബഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വരെ കണ്ടില്ലെങ്കിൽ ഗെയ്സ് ഇതിൻ്റെ ഒരു വകയും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും കാണാനായിട്ട് ശ്രമിക്കുക ഗെയ്സ്. ആദ്യമേ ഇനി നമ്മൾ നേരെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തായാലും ആദ്യം തൊട്ടേ തന്നെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ നേരെ പ്ലേ കൊടുത്തിട്ടുണ്ട്. പ്ലേ ചെയ്ത് നേരെ നമ്മുടെ ഹൗസിലേക്കായിരിക്കും പോകുന്നത്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് അതേപോലെ തന്നെ ഗെയ്സ് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ട്രെയിൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഇതൊരു ബഗ്ഗാണ്. ഭൂരിഭാഗം എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരു 2 ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് വർക്കായത്. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ RGS ടൂൾ എടുക്കണം. ആദ്യം ഞാൻ കോൾ ഓപ്ഷൻ ആണ് ഈ സെലക്ട് ചെയ്തത്. അത് കൈ കൊണ്ടതാണ്. എന്തായാലും RGS ടൂളാണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും RGS ടൂൾ എടുത്തിട്ട് M1 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുക. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ RGS ടൂൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് M1 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോപ്സ് വന്നിരിക്കുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു വണ്ടിയാണ് ഗീസ്. എന്തായാലും ബൈക്ക് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. എന്തായാലും ഞാനാണെങ്കിൽ ഈ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൈക്ക് എടുത്ത് നേരെ ആരോട് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്തായാലും ഞാൻ പറയുന്ന സ്റ്റെപ്സ് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗീസ്. അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വർക്കാകുകയില്ല. എന്തായാലും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ആ ഒരു പ്രോപ്സിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് നമ്മുടെ സ്ലോ മോഷൻ ഞെക്കുന്ന ബട്ടൺ ഇല്ല ഗീസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതിന് നമുക്ക് ആവശ്യമുണ്ട്. അത് വെച്ച് എന്തായാലും ഞാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ആ സ്ലോ മോഷനുള്ള ബട്ടണിൽ പിടിച്ച് ഞെക്കുക ഗീസ്. എന്തായാലും ഫ്രണ്ട് ക്യാമറ ആയിപ്പോയതാണ് ഞെക്കുമ്പം. സ്ലോ മോഷനിലുള്ള ബട്ടണിൽ പിടിച്ച് ഞെക്കുമ്പോൾ നമ്മൾ നേരെയായി വരുന്നതായിരിക്കും. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ റൂട്ട് അറിയാത്ത കുറേ പേര് കാണും. പിന്നെ ഈ കുറേ പേര് കറങ്ങിയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. പക്ഷേ കുറച്ചുകൂടെ എളുപ്പത്തിൽ പോകാനായിട്ട് പറ്റും. നിങ്ങൾ നേരെ സ്ട്രൈറ്റ് പോവുക. ഞാൻ പോകുന്ന കണക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഇനി തൊട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോകുന്ന റൂട്ടാണ് ഏറ്റവും എളുപ്പം. നേരെ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് വരിക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോയാൽ മതി ഗൈസ്. എന്തായാലും ഞാൻ പോകുന്ന കണക്ക് തന്നെ പോയാൽ മതി. വേറെ ഡിലേ ഒന്നും ആകത്തില്ല. കാരണം കറങ്ങിത്തിരിഞ്ഞൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര ഡിലേ ആയിരിക്കും നമ്മൾ എത്തുന്നത്. താമസിച്ചൊക്കെ ആയിരിക്കും ഗൈസ് എത്തുന്നത്. എന്തായാലും ഇവിടെ വന്നിട്ട് ട്രെയിൻ വരാനാണ് കുറച്ച് ചടങ്ങ്. ട്രെയിൻ വരുന്നവരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ട്രെയിൻ വന്നിട്ട് നമുക്ക് ആ ട്രിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കോഡ് അടിക്കണം ഗൈസ്. ആ കോഡ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആ കോഡ് അടിച്ചാൽ മാത്രമേ നമ്മുടെ ആ ട്രെയിൻ നമ്മുടെ ഹൗസിലേക്ക് വരത്തുള്ളൂ. നമുക്ക് ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഗൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ട് ട്രെയിനൊന്നും കാണാനില്ലായിരുന്നു ഗീസ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്കോപ്പ് ചെയ്ത സ്ഥലം വേറെയാണെന്ന്. ആദ്യം ഇവിടെ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫയർ ചെയ്ത് നോക്കി. ഇനി ചിലപ്പോൾ എൻ്റെ ബഗ്ഗായിരിക്കും എന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങ് വരുന്നുണ്ട്. എന്തായാലും ട്രെയിൻ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് നേരം ആകും ഗീസ്. അതുപോലെ തന്നെ നമ്മുടെ കാളവണ്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗീസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ളൊരു വില്ലേജും ആടാകുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കുറേ പറയാനായിട്ടുണ്ട്. എന്തായാലും മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗീസ് ഈ ഒരു ബഗ് വർക്കിംഗ് ആയ കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തായാലും കുറച്ച് ഡിലേ ആണ് ഗീസ്. അത് കാരണം ഞാൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്യുവാണ്. ഇനി നമ്മൾ ട്രെയിൻ വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഗീസ് ആദ്യം നിങ്ങൾ അടിക്കേണ്ട കോഡ് 9129 കാര്യങ്ങളൊക്കെ കോൾ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് 1112 കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൾ ചെയ്യണം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്ലോ മോഷൻ 1 ആഡ് ആവും. പിന്നെ 1112 കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ഡയൽ ചെയ്യുവാണെങ്കിൽ സ്ലോ മോഷൻ 2 ആവും ലെവല്. പിന്നെ ഈ 11-12 നിങ്ങൾ പിന്നെ ഡയൽ ചെയ്യുകയാണെങ്കിൽ ലെവൽ 3 ആവും നമ്മുടെ സ്ലോ മോഷൻ. ലെവൽ 3 വരെ വേണം നമുക്ക്. കാരണം ഈ ഒരു കോഡ് തന്നെ 3 വട്ടം നിങ്ങൾ ഡയൽ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ലെവൽ 3ലേക്ക് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് നേരെ നമ്മുടെ ട്രെയിനിലേക്ക് കയറുക.
ട്രെയിനിൽ കയറുമ്പോൾ സ്ലോ മോഷനിലായിരിക്കും കയറുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ അകത്തേക്ക് ഇപ്പോൾ ഫൈനലി കയറിയിട്ടുണ്ട്. ഇനി ഗൈസ് നിങ്ങൾ നേരെ ചെയ്യേണ്ടത് നമ്മുടെ ആ സ്ലോ മോഷൻ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. എന്തായാലും ഗൈസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹൗസിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹൗസിലേക്ക് നമ്മൾ ട്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ട് നിങ്ങൾക്ക് ഇറങ്ങാനും പറ്റും ഗൈസ്. അതിന് ചെയ്യാനായിട്ട് കുറച്ചധികം പാടാണ്. ഞാൻ കുറേ വട്ടം ചെയ്ത് നോക്കിയായിരുന്നു. എന്തായാലും നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. കുറേ വട്ടം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് തന്നെ ഗീസ് നിങ്ങൾ ട്രെയിനിൻ്റെ ആ ഇറങ്ങുന്ന ഓപ്ഷനിൽ ഞെക്കുക. അപ്പോൾ ഗീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം പ്രസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ട്രെയിൻ അങ്ങോട്ട് തിരിച്ചു പോകും. അത് കാരണം അവിടെ ഇങ്ങനെ സ്ലോ മോഷനിൽ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മെയിനായിട്ട് ആ സ്വിച്ച് ഉണ്ടല്ലോ അവത്തി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഹൗസിൽ ഈ ഒരു ട്രെയിൻ നിൽക്കുള്ളൂ. ഞാനാണെങ്കിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ട്രെയിൻ പോയി. കാരണം ഞാൻ ആ പ്രസ് ചെയ്യൽ നിർത്തിയായിരുന്നു അവിടെ വെച്ച്. നിർത്താനേ പാടില്ല ഗീസ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാൽ മാത്രമേ ഗീസ് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ നിങ്ങളുടെ ഹൗസിൽ നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും ഇത് നിർത്താനായിട്ട് പറ്റും. ജസ്റ്റ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. വർക്കിംഗ് ആണ് വന്ന് പറയുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു വില്ലേജ് ആഡ് ആകാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഫൈനലി കേസ് അത് കൺഫേം ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കേസ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു മോഡൽ ഇപ്പോൾ പുറത്തു വന്നതാണ്. ജസ്റ്റ് അതിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെച്ചേക്കാം. നിങ്ങൾ തംബ്നെയിൽ കണ്ടൊരു ഫോട്ടോ തന്നെയാണ്. ആ ഒരു സെയിം മോഡൽ വില്ലേജ് ആയിരിക്കും കേസ് നമ്മുടെ ഗെയിമിലേക്ക് ആടാക്കാനായിട്ട് പോകുന്നത്. എന്നാലും ഈ ഒരു വില്ലേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്താണെങ്കിൽ കുറേയധികം ന്യൂ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു വില്ലേജ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണുന്ന ഹൗസ് മൊത്തം ഏകദേശം സെയിം മോഡലാണ് ഗീസ്. നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്കത് വളരെയധികം നല്ലതായിട്ട് തോന്നി. കാരണം നമ്മുടെ അപ്ഡേറ്റിൽ ഈ ഒരു വില്ലേജ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതിൻ്റെ വർക്ക് ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേയധികം ട്രീസൊക്കെ ഇതിൻ്റെ അകത്ത് ആടാകാനായിട്ടുണ്ട് ഗീസ്. അത് കാരണം ലേറ്റ് ആയിട്ടായിരിക്കും ഇത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഗീസ് വേറൊരു ഐറ്റം കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്. മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗീസ് ആ ഒരു സിറ്റിയിലേക്ക് പോകുന്ന ആ ഒരു കാറും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊരു ആ കാർ നമ്മുടെ ഗെയിമിൽ ഇല്ലെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ഗീസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ആ ഒരു മോഡൽ കാറും ആടാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു വില്ലേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വില്ലേജ് ആടാണോ എന്ന് ആഗ്രഹിക്കുന്ന എത്ര കൂട്ടുകാരുണ്ടെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. പിന്നെ ഗീസ് ഇതിനു വേണ്ടി നിങ്ങൾ വളരെയധികം ഡിമാൻഡ് വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു വില്ലേജ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുള്ളൂ. ഇതിനുവേണ്ടി ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോവുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിന് വില്ലേജ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ആ കമൻറ്റിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഞാൻ കാണിച്ച വില്ലേജ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ ഈ അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്ന ബ്രോ എന്ന് പറഞ്ഞ് കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. ഈ ഒരു വില്ലേജ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സെയിം ഒരു മോഡൽ തീമിലാണ് ആ ഒരു വില്ലേജ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഗെയിം ഹൈപ്പ് ആകുന്നതായിരിക്കും. കാരണം കുറേ പേര് കൂടെ ഇപ്പോൾ കളിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. ഇപ്പം തന്നെ കുറേ പേര് കളിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും കുറച്ച് പേരൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഓൺലൈനൊക്കെ ആക്കുവാണെങ്കിലും നല്ല രീതിക്ക് നമ്മുടെ ഒരു GTA 5 മോഡലൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. മൾട്ടിപ്ലെയർ ആക്കുമായിരുന്നു കുറച്ചുകൂടെ കൊള്ളായിരുന്നു ഗെയ്സ്. നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും ഭാവിയിൽ അതൊക്കെ ആക്കുമെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറയാം. അപ്ഡേറ്റിൻ്റെ കാര്യം പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇനി ആദ്യമായിട്ട് വരാനുള്ളത്. അതിൻ്റെ അകത്ത് നമ്മുടെ കാളവണ്ടി ആടാകുന്നതിനെ പറ്റി എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വണ്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ്. ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ ചാനലെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ അതിൻ്റെ പിക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടും ഗൈസ്. അത് കാരണം ആ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ പിക്ക് ഞാനൊന്ന് വെക്കാം. എന്നാലും അത്യാവശ്യം നല്ലൊരു കാളവണ്ടിയാണ്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. ചിലപ്പോൾ നമ്മുടെ കുതിരവണ്ടിയുടെ നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് ആടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ കൺഫേം അല്ല ഗൈസ്. ഞാൻ ജസ്റ്റ് അറിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിച്ചത് മാത്രം. പിന്നെ ഒരു ട്രക്ക് കൂടെ ആടാനായിട്ട് ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. അതിനെക്കുറിച്ച് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഇനി ഞാൻ ഇവിടെ കൺഫേം ആയിട്ട് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ ഒരു വില്ലേജാണ്. ഇതിൻ്റെ മോഡലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ അപ്ഡേറ്റ് വരത്തില്ല. നെക്സ്റ്റ് അപ്ഡേറ്റിൽ ചാൻസ് ഉണ്ട് കേസ്. എന്തായാലും ചാൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ വർക്കിന് നല്ല രീതിക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താണ് നമ്മുടെ ഡെവലപ്പർ ചെയ്യുന്നത്. എന്തായാലും കുറേയധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞേ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആക്കുള്ളൂ. എന്തായാലും അതൊക്കെ കംപ്ലീറ്റ് ആയി വരാനായിട്ട് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് അത് വരുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ വില്ലേജ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം.
അതുപോലെ തന്നെ ഗൈസ് ഇപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരുടെയും ഡൗട്ടായിരിക്കും ബ്രോ ഈ ഒരു വില്ലേജ് എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നതെന്ന്. ചിലപ്പോൾ ഗൈസ് നമ്മുടെ ആ ഒരു RGS വഴി ലോഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ കൊള്ളത്തില്ലായിരിക്കും. എന്തായാലും നമ്മുടെ സിറ്റിയിൽ ഡയറക്റ്റായിട്ട് ആടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഗൈസ്. നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്ന. കുറേ കൂട്ടുകാർക്ക് നമ്മുടെ ആ ലിങ്ക് വഴി ലോഡ് ചെയ്യുന്ന രീതിക്കൊക്കെ പാടാണ്. കാരണം അവരുടെ ഒന്നും ഫോണിൽ ലോഡാകുന്നില്ല. ചില ഡിവൈസിലൊക്കെ അങ്ങനെയാണ് ഗൈസ് ലോഡാകാനായിട്ട് പാടാണ്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.